ചുരുങ്ങിയ കാലയളവിൽ ജനഹൃദയങ്ങളിൽ ഇടം പിടിച്ച ഓറിക്സ് ബിൽഡേഴ്സിന്റെ ബ്രാൻഡ് അംബാസിഡറായി നടി ഭാവന ചുമതലയേറ്റു. ഓറിക്സ് ബിൽഡേഴ്സിന്റെ തൃശൂരിലുള്ള ഓഫീസിലെത്തി ഭാവന കരാറിൽ ഒപ്പുവെച്ചു. ഓറിക്സ് ബിൽഡേഴ്സ് ചെയർമാൻ അജിത് പൂലോത്ത്, മാനേജിംഗ് ഡയറക്ടർ ബാലചന്ദ്രൻ, ഡയറക്ടർ അജിത് കുമാർ എന്നിവർ സന്നിഹിതരായിരുന്നു. വടക്കാഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിലെ വെള്ളക്കെട്ട് ഒഴിവാക്കി വർഷത്തിൽ 12 മാസവും കായിക പ്രവർത്തനങ്ങൾക്ക് ഉപയുക്തമാക്കുന്ന നവീകരണ പ്രവർത്തനങ്ങൾക്കെതിരായ കോൺഗ്രസ് നിലപാട് രാഷ്ട്രീയ ദുഷ്ടലാക്കാണെന്ന് ഡിവൈഎഫ്ഐ ആരോപിച്ചു. സേവ്യർ ചിറ്റലപ്പള്ളി MLAയുടെ ആസ്തി വികസന ഫണ്ടും സംസ്ഥാന കായിക വികസന വകുപ്പിന്റെ ഫണ്ടും ഉൾപ്പെടെയുള്ള 1 കോടി രൂപ ഉപയോഗിച്ച് നടത്തുന്ന GBHS ഗ്രൗണ്ട് നവീകരണത്തിനെതിരായി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മാധ്യമങ്ങളിലൂടെ കോൺഗ്രസിന്റെ ഒരു വിഭാഗം നേതാക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണം പൊതുസമൂഹത്തിനോടുള്ള വെല്ലുവിളിയാണ്. മുൻ മന്ത്രി CN ബാലകൃഷ്ണന്റെ കാലയളവിൽ ഈ ഗ്രൗണ്ടിൽ സ്റ്റേഡിയം നിർമ്മിക്കാൻ തീരുമാനിച്ചപ്പോൾ ഇപ്പോഴത്തെ MLAയും നഗരസഭാ ചെയർമാനും ഉൾപ്പെടെയുള്ള CPM നേതാക്കളും DYFI പ്രവർത്തകരും അത് തടഞ്ഞു എന്നാണ് കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ ഗ്രൗണ്ട് നവീകരണത്തിനെതിരായ നിലപാട് സ്വീകരിക്കാൻ ഒരു കാരണമായി പറയുന്നത്. ഇത് ബോധപൂർവം കെട്ടിച്ചമച്ച പച്ചക്കള്ളമാണ്. നിലവിലുള്ള ഗ്രൗണ്ടിന്റെ സ്ഥലത്ത് സ്റ്റേഡിയം നിർമ്മിച്ചാൽ അന്താരാഷ്ട്ര നിലവാരമുള്ള കായിക മത്സരങ്ങൾ പോയിട്ട് സംസ്ഥാന തലത്തിലെ മത്സരങ്ങൾ പോലും നടത്താൻ കഴിയാത്ത വിധം ഗ്രൗണ്ട് ചെറുതാകുമെന്ന് ചൂണ്ടിക്കാട്ടി വടക്കാഞ്ചേരിയിലെ ക്രിക്കറ്റ് അസോസിയേഷൻ ഭാരവാഹികളും ഗ്രൗണ്ടിൽ കായിക പ്രവർത്തനത്തിന് എത്തുന്നവരുമാണ് രംഗത്ത് വന്നത്. എന്നാൽ CPM നേതാക്കളായ നിലവിലെ MLAയോ നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രനോ DYFI പ്രവർത്തകരോ ഗ്രൗണ്ടിലെ നിർമ്മാണ പ്രവർത്തനത്തിനെതിരായ ഒരു നിലപാടും സ്വീകരിച്ചിട്ടില്ല. ഗ്രൗണ്ട് നവീകരണം സംബന്ധിച്ച് വ്യക്തമായ അഭിപ്രായം ഉള്ളപ്പോഴും പൊതുവികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സം നിൽക്കില്ല എന്ന സമീപനത്തിന്റെ ഭാഗമാണത്. ഇപ്പോൾ കള്ളപ്രചരണം ആണെന്ന് DYFI പ്രവർത്തകർ ആരോപിച്ചു. വടക്കാഞ്ചേരി ഗവൺമെൻറ് ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ട് നമ്മുടെ അഭിമാനമായ നാടിൻ്റെ പൊതു സ്വത്താണ്. ഈ ഗ്രൗണ്ട് ഉന്നതമായ നിലവാരത്തിൽ നവീകരിച്ച് ഇപ്പോഴുള്ള അവസ്ഥയിൽ നിന്നും വ്യത്യസ്തമായി വർഷത്തിൽ മുഴുവൻ കാലഘട്ടത്തിലും 12 മാസവും ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ, കായിക പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ നവീകരിക്കുന്ന പ്രവർത്തനത്തെ ചില ആളുകൾ, വിശിഷ്യ കോൺഗ്രസ്, എതിർക്കുകയാണ്. അപ്പോൾ അത് രാഷ്ട്രീയ ദുഷ്ടലാക്കോടുകൂടി ആണ് എന്നുള്ളതാണ് പറയാനുള്ളത്. അതിനെതിരായിട്ടാണ് DYFI പ്രതികരിക്കുന്നത്. ഇവിടെ ഏറ്റവും പുതുതായിട്ട് ഉണ്ടായ സംഭവവികാസം എന്ന് വെച്ചാൽ, ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഇവിടെ നവീകരണ പ്രവർത്തനത്തിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട കായിക വകുപ്പ് മന്ത്രി വന്നുകൊണ്ട് നിർവഹിക്കുകയുണ്ടായി. വടക്കാഞ്ചേരിയുടെ ബഹുമാനായ MLA ശ്രീ സേവ്യർ ചിറ്റലപ്പള്ളി MLA LDF സർക്കാരിൻ്റെ ഒരു പഞ്ചായത്തിലൊരു കളിക്കളം എന്ന പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് അതിലേക്ക് ഈ ഗ്രൗണ്ടിൻ്റെ നവീകരണ പ്രവർത്തനം പ്രപ്പോസ് ചെയ്യുകയും അതിൻ്റെ ഭാഗമായി അത് നേടിയെടുക്കുകയും 50 ലക്ഷം രൂപ MLA ഫണ്ടിൽ നിന്ന് അനുവദിക്കുകയും 50 ലക്ഷം രൂപ കായിക വകുപ്പ് അനുവദിക്കുകയും ചെയ്യുകയാണ് ഉണ്ടായത്. അപ്പോൾ അത്തരം ഒരു പ്രവർത്തനം നടത്തുമ്പോൾ എന്തെല്ലാമാണ് ഇവിടെ ചെയ്യേണ്ടത്, എന്തെല്ലാം ചെയ്താൽ അത് ഗ്രൗണ്ടിൻ്റെ ഭാവി വികസനത്തെ തടസ്സപ്പെടും എന്നുള്ളതിന് വേണ്ടി വിപുലമായ യോഗം ജനപ്രതിനിധികളുടെ, പൊതുജനങ്ങളുടെ, സമീപവാസികളുടെ, ക്ലബ്ബ് ഭാരവാഹികളുടെയൊക്കെ യോഗം നഗരസഭയിൽ വിളിച്ചു ചേർത്തുകൊണ്ടാണ് അത് തയ്യാറാക്കിയത്. അപ്പോൾ അത് ഇന്നും ഇന്നലെയും ഒരു ഉദ്ഘാടനത്തോടു കൂടി തുടങ്ങിയതല്ല. അതിന് പിന്നിൽ ഒരു വർഷത്തെങ്കിലും ഒരു സമയം നമ്മൾ എടുത്തിട്ടുണ്ട് ഈ ചർച്ചകൾക്കും കാര്യങ്ങൾക്കുമായിട്ട്. എന്നാൽ ആ ഒരു ഘട്ടത്തിലും അഭിപ്രായങ്ങൾ ഉന്നയിക്കാൻ വേണ്ടി വിളിച്ച ഒരു ഘട്ടത്തിലും അഭിപ്രായങ്ങൾ ഉന്നയിക്കാത്ത ആളുകൾ ഇപ്പോൾ രംഗത്ത് വന്നിട്ട് നിർമ്മാണ ഉദ്ഘാടനം നടന്നപ്പോൾ ഈ കാര്യം ഉന്നയിക്കുന്നത്, തടസ്സം ഉന്നയിക്കുന്നത് ശരിയല്ല എന്നുള്ളൊരു അഭിപ്രായമാണ് DYFIക്കുള്ളത്. പണ്ട് മുൻ മന്ത്രിയായിട്ടുള്ള ബഹുമാനപ്പെട്ട CN ബാലകൃഷ്ണൻ, അദ്ദേഹം ഇവിടെ ഫണ്ട് അനുവദിച്ചതായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ് പ്രചരിപ്പിക്കുന്നത്. അദ്ദേഹം ഫണ്ട് അനുവദിക്കുകയും ആ വികസന പ്രവർത്തനം നടക്കാതെ പോവുകയുണ്ടായി. അതിന് കാരണം ഇപ്പോഴത്തെ MLAയും ഇപ്പോഴത്തെ ചെയർമാനായിട്ടുള്ള ശ്രീ PN സുരേന്ദ്രനും CPIMും DYFIയും എല്ലാമാണ് അന്ന് അത് തടഞ്ഞത് എന്നുള്ള ഒരു വ്യാജ പ്രചരണം, ഒരു ഇല്ലാക്കഥ പ്രചരിപ്പിക്കുകയാണ്. അപ്പം അങ്ങനെ എന്തെങ്കിലും കാര്യത്തിൽ ഒരു വികസന പ്രവർത്തനം, പൊതുവായിട്ടുള്ളൊരു വികസന പ്രവർത്തനം തടസ്സപ്പെടുത്തുക എന്നുള്ള സമീപനം ഒരു കാലത്തും
നമ്മൾ സ്വീകരിച്ചിട്ടില്ല. DYFI സ്വീകരിച്ചിട്ടില്ല, ഇടതുപക്ഷവും സ്വീകരിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു പത്രവാർത്തയോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ഒരു പ്രചരണമോ ലഭ്യമാക്കാൻ ഈ ഉത്തരവാദിത്തപ്പെട്ട ഈ പ്രചരണം നടത്തുന്നവർ തയ്യാറാകണം. വടക്കാഞ്ചേരിയിലെ കായിക വികസനവുമായി ബന്ധപ്പെട്ട് ഒട്ടനവധിയായ സാധ്യതകൾ നമുക്കുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, നിരവധിയായ കായിക താരങ്ങളെ വളർത്തിയെടുത്ത ഒരു മണ്ണാണ് വടക്കാഞ്ചേരി എന്ന് പറയുന്നത്. സന്തോഷ് ട്രോഫി കേരള ടീമിൽ ഉൾപ്പെട്ട സുജിത് അപ്പുട ഈ ഗ്രൗണ്ടിലാണ് കളിച്ചു വളർന്നിട്ടുള്ളത്. അതുപോലെ തന്നെ മുംബൈ ഇന്ത്യൻസിൻ്റെ റിസർവ് ടീം അംഗം രോഹിത് കളിച്ചു വളർന്നതും ക്യാമ്പ് ചെയ്തതും ഈ ഗ്രൗണ്ടിലാണ്. അങ്ങനെ നിരവധിയായ കായിക താരങ്ങളെ വളർത്തിയെടുത്ത നാടാണ് വടക്കാഞ്ചേരി. അപ്പോൾ അവിടെ വികസനവുമായി ബന്ധപ്പെട്ട് ഇനിയും ഒട്ടനവധിയായ കായിക പ്രതിഭകളെ വളരാൻ കഴിയുന്ന സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ വടക്കാഞ്ചേരിയുടെ ഗ്രൗണ്ട് വികസനവുമായി ബന്ധപ്പെട്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ 12 മാസവും കായികമായി ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന വിധത്തിൽ നമ്മുടെ ഗ്രൗണ്ടിനെ മാറ്റിയെടുക്കുമ്പോൾ ആ നിർമ്മാണ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തി ഈ വടക്കാഞ്ചേരിയിലെ പൊതുസമൂഹത്തെ, കായിക പ്രേമികളെ, കായിക താരങ്ങളൊക്കെ തന്നെ വെല്ലുവിളിക്കുന്ന നയസമീപനമായി കോൺഗ്രസ് മുന്നോട്ട് പോവുകയാണ്. അതിനെതിരായി DYFI അവരുടെയൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ, അതിൻ്റെ വസ്തുതകൾ തുറന്നു കാണിക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. DYFI വടക്കാഞ്ചേരി ബ്ലോക്ക് ട്രഷററും നഗരസഭാ കൗൺസിലറുമായ AD അജി, DYFI വടക്കാഞ്ചേരി ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി മിഥുൻ സജീവ്, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് MM മഹേഷ്, DYFI ഓട്ടുപാറ മേഖലാ സെക്രട്ടറി അജയ് മോഹൻ, വടക്കാഞ്ചേരി മേഖലാ സെക്രട്ടറി MR അനന്തു, മേഖലാ പ്രസിഡന്റുമാരായ സുഷി ജിംസൺ, അഹമ്മദ് സിജത്ത്, DYFI ബ്ലോക്ക് കമ്മിറ്റി അംഗം AR അജയ് രാജ്, PS സുബില ബായ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.